എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജീൻ അലീവ. പെൻസിൽവാനിയയിലെ മനോഹരമായ ഈ ശൈത്യകാലത്ത് ഏവർക്കും എന്റെ സ്നേഹാശംസകൾ. പുറത്തു പെയ്യുന്ന മഞ്ഞിനിടയിൽ നിന്ന് വരികയാണ് ഞാൻ. ഇന്ന് രാവിലെ എനിക്കുണ്ടായ വളരെ വിചിത്രവും എന്നാൽ ചിന്തിപ്പിക്കുന്നതുമായ ഒരു അനുഭവത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഇപ്പോൾ വന്നത്. എന്റെ വേഷവിധാനത്തെക്കുറിച്ച് ചോദിക്കരുത്. അത്രയധികം സമ്മർദ്ദമുണ്ടാക്കിയ ഒരു യാത്ര കഴിഞ്ഞു വന്ന ഉടനെ ആ അനുഭവം ഒട്ടും ചോർന്നുപോകാതെ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി. സംസാരിക്കുന്നതിന് മുൻപ് മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ കുറച്ച് സമയം എനിക്ക് വേണ്ടിവന്നു. പഴയകാല വസ്തുക്കൾ ശേഖരിച്ചു വയ്ക്കുന്ന ഒരു ചെറിയ ഇടം എനിക്കുണ്ട്. അതുകൊണ്ടുതന്നെ അമൂല്യമായ പുരാതന വസ്തുക്കളോ ആഭരണങ്ങളോ ഒക്കെ ലേലം വിളിച്ചെടുക്കുന്നത് എന്റെ ശീലമാണ്. ഈ കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു ലേലത്തിൽ ചില വസ്തുക്കൾ ഞാൻ സ്വന്തമാക്കിയിരുന്നു. ഇത്തരം ലേലങ്ങളിൽ പങ്കുചേരുമ്പോൾ കൃത്യസമയത്ത് സാധനങ്ങൾ ഏറ്റെടുക്കാമെന്നും പണം നൽകാമെന്നും നമ്മൾ കരാറിൽ ഒപ്പിടുന്നുണ്ട്. ആ വാക്കിന് ഞാൻ വലിയ വില കൽപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നിശ്ചയിച്ച സമയത്തിന് മുൻപേ അവിടെ എത്താൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ ഉണർന്നപ്പോൾ സ്ഥിതിയാകെ മാറിമറിഞ്ഞിരുന്നു. അവിടെ കനത്ത മഞ്ഞുവീഴ്ചയായിരുന്നു. സത്യത്തിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും അമൂല്യമായ നിധികൾ കണ്ടെത്തുക എന്നതിനെക്കുറിച്ചാണ്. തടസ്സങ്ങളും അപകടങ്ങളും നിറഞ്ഞ ഈ യാത്രയിലൂടെയാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ഇത്ര വലിയ മഞ്ഞുവീഴ്ചയിൽ യാത്ര ചെയ്യേണ്ടതുണ്ടോ എന്ന് പലരും ചോദിച്ചു. എന്നാൽ ഞാൻ ലേലം വിളിച്ചവർ ഈ സാഹചര്യം പരിഗണിച്ച് സമയം മാറ്റിവച്ചിട്ടുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചു. അവിടെ മാറ്റങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. മിക്കവാറും ഒരു വീട് മുഴുവൻ നിശ്ചിത സമയത്തിനുള്ളിൽ ഒഴിഞ്ഞുകൊടുക്കേണ്ട സാഹചര്യമായിരിക്കും അതെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ജീവൻ അപകടത്തിലാക്കി ഇങ്ങനെ യാത്ര ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ഒരു തീരുമാനം എടുക്കേണ്ടിവരും. ഒന്നുകിൽ നമ്മുടെ മൂല്യങ്ങളിൽ ഉറച്ചുനിൽക്കുക, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ആ ജോലിയിൽ നിന്ന് പിന്മാറുക. ആ യാത്രയിലുടനീളം പ്രശസ്തനായ മിസ്റ്റർ ഫ്രെഡ് റോജേഴ്സിന്റെ വാക്കുകളാണ് എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. ലോകത്ത് വലിയ ദുരന്തങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ സഹായഹസ്തവുമായി മുന്നോട്ട് വരുന്നവരിലേക്ക് ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന്റെ അമ്മ പറയുമായിരുന്നു. ഇന്ന് എന്റെ യാത്രയിലുടനീളം അത്തരം സഹായികളെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ലേലം നടന്ന സ്ഥലം വളരെ ഇടുങ്ങിയ ഒരു ഗ്രാമീണ പാതയിലായിരുന്നു. മഞ്ഞുവീഴ്ചയും മരക്കൊമ്പുകൾ ഒടിഞ്ഞു വീണുകിടക്കുന്നതുമായ ആ വഴിയിലൂടെ വലിയ വണ്ടികൾ വരുന്നത് വലിയ പ്രതിസന്ധിയുണ്ടാക്കി. അവിടെ സാധനങ്ങൾ എടുക്കാൻ വന്ന പലരും ആകെ അസ്വസ്ഥരായിരുന്നു. എന്നാൽ അവിടെ ലേലം നിയന്ത്രിച്ചിരുന്ന സ്ത്രീകൾ എന്നെ അത്ഭുതപ്പെടുത്തി. ആ മഞ്ഞത്ത് നിന്നുകൊണ്ട് അവർ വളരെ കൃത്യമായും ശാന്തമായും വാഹനങ്ങളെ നിയന്ത്രിക്കുകയായിരുന്നു. മറ്റുള്ളവരുടെ ദേഷ്യത്തിനും പരാതികൾക്കും മുന്നിൽ പതറാതെ അവർ തങ്ങളുടെ ജോലി ഭംഗിയായി ചെയ്തു. തിരികെ പോരുമ്പോൾ ഞാൻ അവരോട് നന്ദി പറഞ്ഞു. മറ്റുള്ളവരിൽ നിന്ന് വലിയ പരിഹാസങ്ങളും ദേഷ്യവും നേരിടേണ്ടി വരുമ്പോഴും തങ്ങളെ തിരിച്ചറിയുന്ന ഒരാളുണ്ടല്ലോ എന്ന സന്തോഷം അവരുടെ മുഖത്ത് എനിക്ക് കാണാമായിരുന്നു. മടക്കയാത്ര അതിലും ഭയാനകമായിരുന്നു. റോഡിൽ ആസ്കട്ട പിടിച്ചു വണ്ടികൾ തെന്നിമാറുകയായിരുന്നു. പലപ്പോഴും എന്റെ വണ്ടി നിയന്ത്രണം വിട്ടുപോകുമോ എന്ന് ഞാൻ ഭയന്നു. എന്നാൽ അവിടെയും സഹായികളെ എനിക്ക് കാണാൻ കഴിഞ്ഞു. മഞ്ഞ് നീക്കം ചെയ്യുന്നവരും ഉപ്പ് വിതറുന്നവരും മാത്രമല്ല, റോഡിൽ പ്രയാസപ്പെടുന്ന വാഹനങ്ങൾക്ക് കൃത്യമായ അകലം പാലിച്ചും വഴി നൽകിയും സഹായിച്ച മറ്റു ഡ്രൈവർമാരും അഭിനന്ദനം അർഹിക്കുന്നു. വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും സുരക്ഷിതയായി വീട്ടിലെത്തിയപ്പോൾ വലിയ ആശ്വാസം തോന്നി. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഞാൻ പറഞ്ഞ നിധി. ആരും പ്രതീക്ഷിക്കാത്ത മഞ്ഞുവീഴ്ചയും ആസ് നിറഞ്ഞ റോഡുകളും ഉണ്ടായപ്പോൾ ഒട്ടും ശാന്തമല്ലാത്ത ആ സാഹചര്യത്തിലും സഹായിക്കാൻ മനസ്സുള്ള ഒരുപാട് പേരെ എനിക്ക് കാണാൻ കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും തിരിച്ചടികൾ ഉണ്ടാകാം. ഒരുപക്ഷേ നമ്മൾ ഒരുപാട് തളർന്നു പോയേക്കാം. എങ്കിലും ആ പരിഭവം പറയുന്നതിനു മുൻപ് ഒരു നിമിഷം ആലോചിക്കുക, നിങ്ങൾ സുരക്ഷിതരാണെന്നും നിങ്ങൾക്ക് ചുറ്റും സഹായിക്കാൻ ഒരുപാട് പേരുണ്ടെന്നും. ആ നന്ദിയുള്ള മനസ്സ് നമ്മെ കൂടുതൽ കരുത്തരാക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.